ബാഫക്കി തങ്ങളോടൊരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെ നിങ്ങൾക്കിതെല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്നു, എങ്ങനെ ഇതെല്ലാം കൊണ്ടു നടക്കാൻ പറ്റുന്നു? കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും വെറും യുഗങ്ങളാണ്. ഓരോ നിമിഷങ്ങളെയും യുഗങ്ങളാക്കി മാറ്റിയ മഹാവ്യക്തിത്വങ്ങളാണ്. അദ്ദേഹത്തോട് ചോദിക്കും, അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. ചെറിയ രീതിയിൽ കണ്ണൊന്ന് നനഞ്ഞ് പറഞ്ഞ മലയാളക്കരയോട് പറഞ്ഞ മറുപടിയുണ്ട്. ഞാൻ ഇതിനൊക്കെ നടക്കുമ്പോൾ എൻ്റെ ബീബി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, എൻ്റെ ബീബി ഇല്ലായിരുന്നെങ്കിൽ ഒരു ബാഫക്കി തങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നായിരുന്നു. കാരണം ഭാര്യമാരുടെ സപ്പോർട്ടില്ലാതെ ഒരാൾക്കും ഉയർന്നു പോകാൻ കഴിയില്ല. ഈ ലോകത്തിൽ ആരൊക്കെ ഉയർന്നു പോയിട്ടുണ്ടോ അവരെല്ലാം ഭാര്യമാരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഇപ്പോൾ സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾ മുതിർന്ന ആളുകളെ ആദരിക്കുമ്പോൾ ആ ആദരത്തിൻ്റെ പാതി ലഭിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരുടെ ഭാര്യമാർക്കും മക്കൾക്കും കൂടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലായിരുന്നുവെങ്കിൽ ഇവർക്കാർക്കും ഇങ്ങനെ ആകാൻ സാധിക്കുമായിരുന്നില്ല. അവിടെ ഇവിടെ കാരണവന്മാരെ ആദരിക്കുന്നത് വെറുമൊരു ആദരമല്ല. ഇവിടെ ആദരിച്ച ശേഷം വീട്ടിലെത്തുന്ന സമയത്ത് ആ ആദരത്തിനേക്കാൾ അപ്പുറത്തുള്ള ആദരം കിട്ടണം. ഓരോ ആളുകളും സ്നേഹത്തിൻ്റെ പ്രകടനം നടത്തൽ വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, നീട്ടി ഞാൻ സംസാരിക്കുന്നില്ല. ഇപ്പം മിനിയാന്ന് നിങ്ങളൊരു റഷീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും. റഷീദ് എന്ന് പറഞ്ഞാൽ RCCയിൽ ആ പ്രദേശത്ത് ഓട്ടോ ഓടിച്ച് നടക്കുന്ന ഒരു പാവം വയോധികനായ മനുഷ്യനാണ്. എത്രയോ വർഷങ്ങളായിട്ട് RCCയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ജോലിയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ ആരോ എടുത്തു കൊടുത്ത പാവപ്പെട്ട മനുഷ്യനാണ്. ആരോ എടുത്തു കൊടുത്ത ഒരു ഓട്ടോറിക്ഷയാണ്. അതാരാണ് എടുത്തു കൊടുത്തത് എന്നുപോലെ അദ്ദേഹം പേര് പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന്. അദ്ദേഹം ഒരു 12 രൂപയും കൊണ്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങൾ മിനിയാന്ന് കണ്ടിട്ടുണ്ടാവും. 12 രൂപ ഒറ്റ നോട്ട് ഇപ്പം ഇല്ലല്ലോ, നമുക്ക് ഒറ്റ കോയിനല്ലേ ഉള്ളൂ. ഒറ്റ നോട്ടിൻ്റെ 12 രൂപ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. എന്താണെന്നറിയോ? അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോയിൽ RCCയിലേക്ക് ഒരു കുടുംബം കയറി. ഒരു ചെറിയ കുട്ടിക്കായിരുന്നു ക്യാൻസർ. 1.5 വയസ്സ് മാത്രമായി ഈ കുട്ടിക്ക് ക്യാൻസർ ആയതുകൊണ്ട് ഈ മോളി എന്നാണ് അമ്മയുടെ പേര് എന്ന് പറയുന്നുണ്ട്, ജോയി എന്നാണ് അച്ഛൻ്റെ പേര് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അന്ന് ആ ചെറിയ കുട്ടിയുടെ ആ ഓട്ടോറിക്ഷയിൽ പോയപ്പോൾ RCCയിൽ ഇറങ്ങിയപ്പോൾ 12 രൂപ അന്നത്തെ ചാർജ് വാങ്ങി. ആ 12 രൂപ ചാർജ് വാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി അത് വാങ്ങേണ്ടായിരുന്നു എന്ന്. കാരണം ഒരു പാവം കൊച്ചു കുട്ടിക്ക് ഇത്രയും ഭീമമായ ഒരു വല്ലാത്തൊരു ഭീകരമായൊരു അസുഖം വന്നതിൻ്റെ പേരിൽ 12 രൂപ ഞാൻ ചാർജ് വാങ്ങുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി. അന്നു മുതൽ വർഷങ്ങളായി തൻ്റെ ഓട്ടോറിക്ഷയിൽ കയറുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കും, RCCയിലുള്ളവരോട്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാണോ, ആലപ്പുഴയിൽ നിന്നാണോ? ഒരു പെൺകുട്ടി കയറുകയാണ്. ആ പെൺകുട്ടിനോട് ചോദിക്കുകയാണ്, മോളെ നീ ആലപ്പുഴയിൽ നിന്നാണോ? എന്താ ആലപ്പുഴയിൽ നിന്ന് ചോദിക്കുന്നത്? ആലപ്പുഴയിൽ എനിക്കൊരു കുടുംബമുണ്ട് എന്നാണ്. പിന്നീടാണ് അദ്ദേഹം കഥ പറയുന്നത്. ഈ 12 രൂപയും കൊണ്ട് നടക്കുകയാണ് മോളി എന്ന സഹോദരിയെ, ജോയി എന്ന സഹോദരനെ കാണാൻ വേണ്ടി. കാരണം അന്ന് വാങ്ങിച്ച 12 രൂപ അനധികൃതമായിരുന്നു എന്ന് മനസ്സിൽ തോന്നിയതിൻ്റെ പേര്. ഞാൻ പറയുന്നത്, ഓരോ മനുഷ്യരും നന്മയെ പ്രകാശിപ്പിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കാം. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വരെ ഇത്തരത്തിൽ വല്ലാത്ത സ്നേഹത്തിൻ്റെ അവർക്ക് വാങ്ങാവുന്ന കൂലിയാണ്. പക്ഷെ ഒരു കൊച്ചു കുട്ടിയുടേതായതിൻ്റെ പേരിൽ മനം നൊന്നിട്ട് വർഷങ്ങളോളമായി നടക്കുന്ന വരുന്ന ഓട്ടോറിക്ഷയിൽ കയറുന്നവർ RCCയിലേക്ക് പോകുന്നവരോടൊക്കെ നിങ്ങൾ ആലപ്പുഴയിൽ നിന്നാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഓരോ മനുഷ്യനെയും നന്മയിലൂടെ വളർത്താൻ വേണ്ടിയിട്ടാണ് കുടുംബ സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. വയനാട്ടിൽ നമ്മൾ പോയപ്പോൾ 2 കുട്ടികളിരുന്ന് കളിക്കുന്നുണ്ട്. എന്നോട് സഹോദരങ്ങൾ പറഞ്ഞു, ആ കുട്ടികളോട് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണം. കാരണം ആ കുട്ടികളെ ഏറ്റെടുക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ്. പിതാവും മാതാവും ഈ വലിയ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയതാണ്. ഈ കുട്ടികളെ ഏറ്റെടുക്കാൻ ആരൊക്കെയോ കടന്നു വരുന്ന ഒരു കാലത്ത് മനുഷ്യരൊരു പക്ഷേ അങ്ങനെയായിരിക്കും നന്മയെ പ്രദർശിപ്പിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ സന്ദർഭത്തിലും കാരുണ്യത്തിൻ്റെ, ഇവിടെ ഗഫൂർ സാഹിബ് അത് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരുണ്യത്തിൻ്റെ ഒന്നാണ്. ഒരു കുടുംബം എങ്ങനെ രക്ഷപ്പെട്ടെന്നറിയോ? മിനിയാന്നത്തെ പത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തത്ത വന്നിട്ട് കൊക്കുകയാണ്. ഒരു തത്ത ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നു. ശബ്ദമുണ്ടാക്കിയതിൻ്റെ ഇതെന്താ എന്നുമില്ലാത്ത പോലെ ശബ്ദമെന്നാണ്. ആ ശബ്ദം വീണ്ടും വീണ്ടും അധികരിച്ചപ്പോൾ ആ തത്തയെയും കൂട്ടി അവർ ഈ മലമ്പ്രദേശത്തിൻ്റെ അപ്പുറത്തേക്ക് കയറി, മലയുടെ പുറത്തിൻ്റെ അപ്പുറത്തേക്ക് കയറി. അങ്ങനെ ആ കുടുംബം രക്ഷപ്പെട്ടു. സത്യത്തിൽ ഈ തത്തയുടെ ചിലക്കലാണത്രേ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് ആ വലിയ വെള്ളപ്പാച്ചിലിൽ നിന്നും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ പക്ഷികളും അതിൻ്റെ കാരുണ്യത്തിനെ പുറത്തേക്ക് വിടുന്നത് ഓരോ രീതിയിലാണ്. ഒരു അമ്മയും മകളും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഓടി 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 അവസാനം കാട്ടിൻ്റെ ഒരു പ്രദേശത്തെത്തി. അവർ 2 ദിവസത്തോളം കാവൽ നിന്നത് ഒറ്റക്കൊമ്പനായ ആനയായിരുന്നു. കാരണം പ്രകൃതി ദുരന്തം നടക്കുന്നിടത്ത് ആന പോലും അതിമനോഹരമായി കാവൽ നിന്നു എന്നാണ് നമ്മളെ കാണിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്. മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്തത് പലതും ഞാൻ മറ്റു പലർക്കും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ഉപോത്ബലകമായി ഹദീസിൽ വരുന്നുണ്ട്, അഥവാ ഖബർസ്ഥാനിൽ നടക്കുന്ന ചില രംഗങ്ങളെ ഈ പാവം മൃഗങ്ങൾക്കും പക്ഷികൾക്കും അറിയാമെന്ന്.
ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ശബ്ദിക്കുമ്പോഴും ഏതോ ഭാഗത്തു നിന്ന് മൃഗങ്ങൾ ഓരിയിടുന്നത് അതിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും നന്മകൾ ജനിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇന്ന് പതിതരാകാം, ഒരു പക്ഷേ സജീവമായി രംഗത്തുള്ളവരായിരിക്കുകയില്ല. കാരണം 70 പിന്നിട്ടവരെയാണ് ഇവിടെ നമ്മൾ ആദരിക്കുന്നത്. ആ ആദരം നമ്മൾ കൊടുക്കേണ്ടത് വീട്ടിൽ വെച്ചാണ്. ഇന്ന് ഞാൻ രാവിലെ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. തളർന്ന് കിടക്കുകയാണ്. ഏകദേശം ഒരു 87 വയസ്സ് 88 വയസ്സായിട്ടുണ്ടാവും. തളർന്ന് കിടക്കുന്നിടത്ത് ഓരോ മക്കളും ഓരോ ദിവസം ഊഴമായി കുളിപ്പിച്ചു കൊടുക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മളെന്താ ചെയ്യുക? തറവാട്ടിലാക്കപ്പെട്ടിട്ടുള്ള ഉമ്മയെ തറവാട്ടിലുള്ള മോൻ നോക്കട്ടെ, നമുക്ക് നമ്മുടെ സുഖകരമായ ലോകത്തേക്ക് കടന്നു പോകാമെന്ന അവസ്ഥയിൽ ആദരം പോലും അവസാനം ഉമ്മാക്ക് കൊടുക്കാതെയാണ് പല മക്കളും നടന്നു നീങ്ങുന്നത്. അതുകൊണ്ട് തറവാട്ടിൽ ആരാണോ അവർ കുടുങ്ങിപ്പോയി എന്ന അവസ്ഥയിലാണ് സത്യത്തിൽ ഇന്ന് കുടുംബങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ പാവങ്ങളെ ആദരിക്കുക, സ്നേഹിക്കുക എന്നത്. ആദരമെന്ന് പറഞ്ഞാൽ വലത്തെ ഭാഗത്തിലൂടെ വീശിയിട്ട് ഒരു കസവിൻ്റെ തുണി ഇട്ട് കൊടുക്കുന്നതിൻ്റെ പേരല്ല. അത് സിംബോളിക്കായിട്ട് ഇവിടുത്തെ ആദരങ്ങളാണ്. വീട്ടിലെത്തുമ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് ആ ആദരം തോന്നേണ്ടതുണ്ട്, സ്വന്തം മക്കൾക്ക് ആ ആദരം തോന്നേണ്ടതുണ്ട്, പേരക്കിടാങ്ങൾക്ക് ആ ആദരം തോന്നേണ്ടതുണ്ട്. ഞാനൊരിക്കലൊരു യാത്രയിൽ എൻ്റെ കൂട്ടത്തിലൊരു പാവം സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വയസ്സായ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് പോവാണ്, എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് പോകേണ്ടതെന്ന്. 11 മണിക്കൂറോളം ഫ്ലൈറ്റ് ഓടിയിട്ട് വേണം ലണ്ടനിലെത്താൻ. അങ്ങോട്ട് എൻ്റെ കൂടെ യാത്രയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? എൻ്റെ പേരക്കുട്ടികളെ കാണാനാണ്. പേരക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവാണ്. കാരണം പേരക്കുട്ടികൾ അവിടെ പഠിക്കാൻ. ഏതായിരുന്നാലും അദ്ദേഹം അവിടെ എത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു, എത്ര കാലം നിങ്ങളിവിടെ ഉണ്ടാവും? അപ്പോൾ പറഞ്ഞു, 6 മാസത്തെ വിസയാണുള്ളത്, 6 മാസം നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പേരോ പിന്നെ ആളുകളെയൊന്നും ഞാൻ പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് 6 മാസം എൻ്റെ പേരക്കുട്ടികളുടെ കൂടെ നിൽക്കണമെന്നാണ്. അവസാനം അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങുകയാണ്. ഏകദേശം ഒരു 14 ദിവസവും മറ്റോ അവിടെ നിന്നത്. 14 ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങുമ്പോൾ ആ സമയത്ത് എന്നോട് വന്നിട്ട് പറയാണ്, സാറേ ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ പോന്നോട്ടെ. എന്താ കാര്യം എന്നറിയോ? ഈ പേരക്കുട്ടികൾ മൈൻഡ് ചെയ്യുന്നില്ല. പേരക്കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയൂ, ആ കുട്ടികൾക്ക് മലയാളം അറിയില്ല. ഈ പാവത്തിന് മലയാളം മാത്രമേ അറിയൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട കുടുംബിനികളോട്, നമ്മുടെ മക്കളെ ഭാഷ പഠിപ്പിക്കുമ്പോൾ പച്ചയായ ഭാഷയെ നമ്മൾ പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ചില ആളുകളൊക്കെ ക്ലീശയായി കുട്ടികളെ കൊണ്ട് ഇംഗ്ലീഷ് മാത്രം പറയിപ്പിക്കാറുണ്ട്. ഇംഗ്ലീഷ് മാത്രം പഠിച്ചതുകൊണ്ട് എല്ലാ രാജ്യത്തിലും നമ്മൾ രക്ഷപ്പെടുകയില്ല. നിങ്ങൾ ഫ്രാൻസിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾ ഒരാളെയും ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾ കാണൂല യാത്രയിൽ. കാരണം അവിടെ ഫ്രഞ്ച് ഭാഷയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. നിങ്ങൾ ജർമ്മനിയിൽ പോയാൽ ഒരിക്കലും ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾ കേൾക്കുകയില്ല. കാരണം അവിടെ ജർമ്മൻ ഭാഷയാണ് ലോകത്തിൽ ഏറ്റവും ടോപ്പ് എന്നാണ് അവരുടെ വിശ്വാസം. ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും സ്കോട്ട്ലാൻഡിൽ നിങ്ങൾ പോയാൽ സ്കോട്ടിഷ് ഭാഷയാണ് നിങ്ങൾ കേൾക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ പിന്നെ സ്പെയിനിൽ പോയാൽ സ്പാനിഷ് ഭാഷയാണ് കേൾക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇംഗ്ലീഷ് മാത്രം പഠിച്ചതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി സംവദിക്കാമെന്ന നമ്മുടെ തെറ്റിദ്ധാരണയുണ്ടല്ലോ, അതുപോലെ നമ്മൾ മാറ്റിവെക്കണമെന്നതാണ്. ഇംഗ്ലീഷ് നമ്മളെ കുട്ടികൾ സുന്ദരമായി പഠിച്ചോട്ടെ. അതിൻ്റെ ഇടയിൽ വെല്ലിപ്പാനോട് സംസാരിക്കാനുള്ള ഭാഷയും പഠിക്കണം, വെല്ലിമ്മാനോട് സംസാരിക്കാനുള്ള ഭാഷയും പഠിക്കണം. യൂറോപ്പിൽ ഏകദേശം 28ഓളം രാജ്യങ്ങളിൽ നമ്മൾ പല സന്ദർഭങ്ങളിലായി പോയിട്ടുണ്ട്. അതിൽ 20ഓളം രാജ്യങ്ങളിലും ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മുടെ കുട്ടികളെ ഒറ്റ ഭാഷ പഠിപ്പിക്കരുത്. ആ ഭാഷ പഠിപ്പിക്കേണ്ടെന്നല്ല, എക്സലൻ്റായി നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ, അതിമനോഹരമായി അവർ ഇംഗ്ലീഷിൽ ഡെലിവറൻസ് നടത്തട്ടെ. പക്ഷേ സ്വന്തം ഉപ്പാപ്പയുടെ സംസാരമറിയാത്ത, സ്വന്തം ഉമ്മാമയുടെ പ്രസരിപ്പറിയാത്ത, ആ തലോടലറിയാത്ത കുട്ടികളായി നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തരുത്. ഇതിൽ ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഗൾഫിലായിരിക്കാം ഉണ്ടാകുന്നത്. ഗൾഫിലുള്ള കുടുംബത്തോടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾ മൾട്ടി ലിംഗ്വിസ്റ്റിക് സ്കില്ലാണ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ കുട്ടി ഹിന്ദിയിൽ അതിമനോഹരമായി സംസാരിക്കണം, ആ കുട്ടി അറബിയിൽ സുന്ദരമായി സംസാരിക്കണം, ആ കുട്ടി ഇംഗ്ലീഷിലും സുന്ദരമായി സംസാരിക്കണം. ഇതേപോലെ തന്നെ ഇപ്പം ഏറ്റവും നന്നായി മലയാളികൾക്കിടയിൽ എൻ്റെ അനുഭവത്തിൽ അതിമനോഹരമായി ആർക്കും തിരിയാതെ ഇംഗ്ലീഷ് പറയണമെങ്കിൽ അത് ശശി തരൂരാണ് നടത്തുക. ആരും രാഷ്ട്രീയപരമായി കാണരുത് കേട്ടോ, ഞാൻ പറയാം ശശി തരൂരാണ്. പക്ഷേ അതിമനോഹരമായി ഓപ്പോസിറ്റിലുള്ള ആളുകൾക്ക് അഥവാ പ്രധാനമന്ത്രിക്കും അവിടെ ഇരിക്കുന്ന പിന്നെ അമിത്ഷയെ പോലെയുള്ള ആഭ്യന്തരമന്ത്രിമാർക്കും വേണ്ട രീതിയിൽ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് അദ്ദേഹം ഹിന്ദിയിലും കൂടി സംസാരിക്കാറുണ്ട്, ഇംഗ്ലീഷ് പോലെ തന്നെ. ഇതേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് അറിയാത്തത് കൊണ്ടല്ല, രാഹുൽ ഗാന്ധി അതിമനോഹരം, അദ്ദേഹം ഹാർവാർഡിലും അതേപോലെ തന്നെ അദ്ദേഹം കാംബ്രിഡ്ജിലും ഒന്നിച്ച് പഠിച്ച ആളാണ്. ഇതുപോലൊരു ഇന്ത്യക്കാരൻ ഒരു പക്ഷേ ഉണ്ടാകില്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നതല്ല. അദ്ദേഹം ഹാർവാർഡിലും പഠിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസിൽ. അദ്ദേഹം കാംബ്രിഡ്ജിലും പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ട്രിനിറ്റി കോളേജിൽ, കാംബ്രിഡ്ജിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസ് ട്രിനിറ്റിയാണ്. അവിടെയാണ് സർ ഐസക് ന്യൂട്ടൺ പോലും പഠിച്ചത്, നെഹ്റു പഠിച്ചത്. അവിടെയും പഠിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി. അതിമനോഹരമായി ഇംഗ്ലീഷിൽ എത്ര മണിക്കൂറും സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാം.
പക്ഷെ തിരിയാത്ത 543 ആളുകളിൽ ഏകദേശം 400 പേർക്ക് ആ ഭാഷ അറിയില്ല എന്നതുകൊണ്ട് അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സംസ്കാരം മാറുന്നതിന് നമ്മൾ നോക്കണം. വെള്ളിപ്പാൻ്റെ വർത്തമാനം കേൾക്കാൻ, വെള്ളിപ്പാൻ്റെ സുന്ദരമായ പദങ്ങൾ കേൾക്കാൻ എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. അഥവാ കോഴിമുട്ടയെ മുടുക എന്ന് വിളിക്കുന്ന പാവപ്പെട്ട ഉമ്മാമ്മമാരെ, അത് തിരുത്താൻ നമ്മൾ നിൽക്കരുത്. കാരണം മുടുക എന്ന് പറഞ്ഞത് ഭയങ്കര രസമാണ്, അവിടെ പഴയകാല ഭാഷയാണ്. ഈ തണ്ടാസ് എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര മോശമായ പ്രയോഗമെന്ന് ടോയ്ലറ്റിന് നമ്മൾ പറയുമായിരുന്നു. മലേഷ്യയിൽ പോയി എല്ലാവർക്കും അറിയാം, മലേഷ്യയിലെ എയർപോർട്ടിൽ മുഴുവനും തണ്ടാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം ടോയ്ലറ്റിന് മലേഷ്യൻ ഭാഷയിൽ തണ്ടാസ് എന്നാണ് പറയുക. അവിടെ പോയാൽ നമുക്ക് മനസ്സിലാകുക നമ്മുടെ പഴയകാല വെല്ലിമ്മമാരും വെല്ലിപ്പാരൊക്കെ മലേഷ്യൻ ഭാഷയായിരുന്നു പറഞ്ഞിരുന്നത് എന്ന്. നമ്മൾ ഉമ്മാമ്മമാർ പണ്ട് പറയാറുണ്ട്, നമ്മൾ സ്പീഡിൽ വരുമ്പോൾ ചെക്കൻ സൊറസൊറോച്ചിട്ടൊരു വരവാണെന്ന്. ഈ സുറ എന്ന് പറഞ്ഞാൽ സുറ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വേഗത്തിൽ എന്നാണ്. സൊറസൊറോച്ചിട്ടൊരു വരവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെക്കൻ വേഗത്തിലൊരു വരവാണ് എന്നുള്ളതാണ്. ഒരു ഷോലില്ലാതെ ഇരിക്കുക എന്ന് പറയും. ഷോൽ എന്ന് പറഞ്ഞാൽ ജോലി എന്നാണ്. മോനെ, നീ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ട് എന്ത് കൊണ്ടോണം? നീ ചീരിഞ്ഞ് കൊണ്ടോണട്ടോ എന്ന് പറയും. അപ്പം നമ്മൾ ഉമ്മാമാനെ കളിയാക്കും, എന്താ ഉമ്മാമ മധുരപലഹാരത്തിന് ചീരിഞ്ഞി എന്ന് പറഞ്ഞതെന്ന്. ഉറുദു പഠിച്ച് അങ്ങക്ക് മനസ്സിലാകും. മധുരപലഹാരത്തിന് ഹിന്ദിയിലും ഉറുദുവിലും ഷിരീനി എന്നാണ് പറയാറുള്ളത്. ഷിരീനി, ആ ഷിരീനി എന്ന വാക്കാണ് ചീരിഞ്ഞി എന്നിവരെ പറഞ്ഞിരുന്നത്. മൾട്ടി ലിംഗ്വിസ്റ്റിക് ആയിരുന്നു, വ്യത്യസ്ത ഭാഷകളായിരുന്നു നമ്മുടെ ഉമ്മാമ്മമാർ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഇമ്പം എന്ന വാക്ക് ഒരിക്കലും വെള്ളത്തിനില്ലെന്നറിയാം, പക്ഷേ 2 വാക്കുകൾ മാത്രം, 2 അക്ഷരങ്ങൾ മാത്രം കൂട്ടിച്ചേർക്കാൻ അറിയുന്ന ആളെന്ന നിലക്ക് വെള്ളമെന്ന് പറയാൻ വല്ലാത്ത പ്രയാസം അനുഭവിക്കുമ്പോൾ ള എന്ന വാക്ക് പഠിക്കാൻ കുറച്ച് പ്രയാസമായപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു നമ്മുടെ ഉമ്മ ഇമ്പം എന്ന്. അത് പറയാൻ കുട്ടിക്ക് ഈസിയായിരുന്നു. ഒരിക്കലും വെള്ളത്തിന് ഇമ്പമെന്ന പേരില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അതൊരു ഇമ്പമാർന്ന ഭാഷയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഇന്ന് ലോകത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും വലിയ ഒരു സാഹിത്യോൽപത്തിയായി ഇംഗ്ലീഷ് പറയുന്നു. ആ ഇംഗ്ലീഷിലേക്ക് മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്യുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളാണ്. അറബിയിലേക്കും തർജ്ജമ ചെയ്യുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന് അതിമനോഹരമായ ഭാഷ അറിയാമായിരുന്നു. അത് ഭാഷയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിമനോഹരമായി സുന്ദരമായി മലയാളത്തിൻ്റെ കോർവകളെ ചിട്ടപ്പെടുത്തി സംസാരിക്കാൻ അറിയാഞ്ഞിട്ടായിരുന്നില്ല വൈക്കം മുഹമ്മദ് ബഷീർ അതിനെ കേടുവരുത്തി പറഞ്ഞിരുന്നത്. കാരണം എൻ്റെ പാപ്പാക്കൊരു ആനണ്ടായിരുന്നു എന്നത് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ഇതേപോലെ തന്നെ ഇമ്മിണി വലിയ ഒന്ന് എന്നത് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. കാരണം അദ്ദേഹത്തിന് ഭാഷ അറിയാത്തത് കൊണ്ടല്ല, കൺവേ ചെയ്യാൻ അതിമനോഹരമായ ഭാഷയായി നമ്മളിലേക്ക് എത്തുക എന്നതാണ്. നിന്റെ പിതാവിൻ്റെ ശിരസ് എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര കയറണമെന്നില്ല, തമാശയാണ്, നിങ്ങൾ അങ്ങനെ ഉൾക്കൊണ്ടാൽ മതി. എൻ്റെ വാപ്പാൻ്റെ തല എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്ക് കയറും. അതേതിൻ്റെ സാഹിത്യ ഭാഷയാണ് താങ്കളുടെ പിതാവിൻ്റെ ശിരസ് എന്നത്. ഭാഷയുടെ മൂർച്ച പോലും നമ്മുടെ ഉമ്മാമ്മമാർക്കുണ്ടായിരുന്നു, നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. ആ ഭാഷ പോലും നമ്മൾ മറന്നുകൊണ്ടിരിക്കാൻ, ആ ഭാഷയോടൊപ്പം ആ സംസ്കൃതിയും മറന്നുകൊണ്ടിരിക്കാൻ. ഞാൻ ഇന്നാൾ എൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് 4-5 പെൺകുട്ടികളെയും അതേപോലെ തന്നെ കുറച്ച് സാറന്മാരെയും ടീച്ചർമാരെയൊക്കെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ എന്ന് സാറന്മാരോട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറയാണ്, ഞങ്ങൾ നെൽമരം കാണാൻ വേണ്ടി വന്നതാണ്. നെല്ല് കാണാൻ വേണ്ടി വന്ന കാര്യപ്പി പറഞ്ഞത്. ഈ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾക്ക് നെല്ലിനെന്താ പറയാന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ കുട്ടികൾ പഠിച്ച് ഡെഫോഡിൽസ് ഏതാണെന്നറിയാം. യൂറോപ്പിലെ മുഴുവൻ പൂക്കളും അവർ MAS നിന്ന് പഠിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ മുഴുവൻ പൂക്കളുടെ പേരും അവർ വലിയ വലിയ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ തൊട്ടാവാടിക്ക് എന്താ പറയാന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടിയോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു പരിധിവരെ കുട്ടികൾക്കാർക്കും അതറിയില്ല. തുമ്പപ്പൂവിന് എന്താ പറയുക? നമ്മുടെ നാട്ടിൽ കാണുന്ന തുമ്പപ്പൂവിന് എന്താണ് വേലിപ്പറത്തിക്ക് പറയുക, എന്താണ് ചെമ്പരത്തി പൂവിന് പറയുക എന്ന് നമ്മുടെ കുട്ടികൾക്കറിയില്ല. കാണുന്ന പൂക്കളുടെ പേരറിയാത്ത കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി കാണാത്ത പൂവിൻ്റെ പേര് പഠിച്ചിട്ടാണ് വരുന്നത്. അഥവാ അവർ പഠിക്കേണ്ടിയിരുന്നത് കാണുന്ന പൂക്കളുടേതാണ്. എന്താ തൊട്ടാവാടിയുടെ പേര്? കുറച്ച് നീണ്ട പേരാണ്. എന്താ തുമ്പപ്പൂവിൻ്റെ പേര്? കുറച്ച് നീണ്ട പേരാണ്. എന്താണ് ഈ വേലിപ്പരത്തിയുടെ പേര്? നമുക്കറിയില്ല. എന്താണ് അരിമണി വറുത്തതും ചായക്കും ഇംഗ്ലീഷുകാർ കൊടുത്ത പേര്? അതുണ്ടായിരുന്നു പണ്ട്. ഇംഗ്ലീഷുകാരുടെ കാലത്ത് സ്റ്റാർബക്സ് കോഫിയേക്കാൾ അതിമനോഹരമായി അവർ ആഗ്രഹിച്ചിരുന്നൊരു ചായയുടെ പേരാണ് അരിമണി വറുത്തതും ചായയും. ഞാൻ എൻ്റെ മുസ്തഫാക്കാനോടും കുട്ടിയാക്കാനോടൊക്കെ പറയാണ്, വൈകുന്നേരത്തെ ചായ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ നല്ല കടിയും ചായയൊക്കെ കണ്ട് നിങ്ങൾ എമർജൻസി ആയിട്ട് ഇന്ന് വൈകുന്നേരങ്ങൾ ചായ കൊടുത്ത് പിരിയുമ്പോൾ ആ അരിമണി വറുത്തത് ആകെ കുറച്ച് തേങ്ങ അരിമണി മതി, പറ്റുന്നുണ്ടെങ്കിൽ നിന്ന് കൊടുത്തു നോക്കി. ഞാൻ പറയുന്നത്, നിങ്ങൾ 3000 രൂപയുടെ സ്റ്റാർബക്സ് കോഫിയേക്കാൾ അതിമനോഹരമായ കോഫിയുടെ പേരാണ് ഉമ്മ പണ്ട്, അല്ലെങ്കിൽ ഉമ്മാമ പണ്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നോക്കി നിൽക്കുകയും മോനെ ചായ കുടിക്കട എന്ന് പറഞ്ഞിട്ട് ഈ തേങ്ങ ചരകിയിട്ടുള്ള അരിമണി വറുത്ത ചായ, ആ സംസ്കാരം നമ്മൾ മറന്നു പോയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം നമ്മൾ മോഡേണൈസ് ആകണ്ട എന്നതല്ല. മോഡേണൈസ് ആയിക്കോ നിങ്ങൾ, ഇവർക്ക് തിരിയാത്ത ലോകത്തിലേക്ക് കയറിപ്പോയിക്കോ.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മനോഹരയിലേക്ക് നിങ്ങൾ കയറിപ്പോയിക്കോ. നിങ്ങൾ ഒരിക്കൽ സംസാരിക്കുമ്പോൾ 1000 വേദികളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻ നോക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് കയറാൻ നിങ്ങൾ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അടുത്ത കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന സ്കൂൾ ക്ലാസ് റൂമുകൾ ടീച്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ് റൂം എന്നാണ് നിങ്ങൾ പറഞ്ഞു. ടീച്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ് റൂമിൽ കുട്ടികൾ ടീച്ചേഴ്സായി നിൽക്കേണ്ടി വരുമെന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിമനോഹരതയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അരമണിക്കൂർ ചെലവഴിച്ചാൽ ഏകദേശം 1 മാസം പഠിക്കാനുള്ള ഇംഗ്ലീഷിനെ AI നമുക്ക് പഠിപ്പിച്ചു തരുമെന്ന് നിങ്ങൾ കുട്ടികളോട് ക്ലാസ് എടുത്തോ. പക്ഷേ അതേ ആള് തന്നെ ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥികളോടാണ് പറയുന്നത്, ഇതേപോലത്തെ ഉപ്പാപ്പമാരുടെ ഇതേപോലത്തെ ഉമ്മാമ്മമാരുടെ മടിയിൽ കിടന്ന കഥകൾ കേട്ട് പഴയ കാലത്ത് രാത്രിയിലെ കല്യാണങ്ങളും പാനീസ് വിളക്ക് കെട്ടുപോകുന്നതും ചൂട്ട് കെട്ടുപോകുന്നതും കാസ്ലൈറ്റ് എന്ന് പറയുന്ന ആ വിളക്ക് കത്തിക്കാൻ വേണ്ടി വരുന്നൊരു വലിയൊരു മനുഷ്യനും തുമ്പയിൽ നിന്നിങ്ങനെ മറ്റേ റോക്കറ്റ് വിടുന്നത് പോലെ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് ഈ പെട്രോൾ മാക്സിന് തീ കൊടുക്കുന്ന മനുഷ്യൻ്റെയും കഥ കേൾക്കാതെ നിങ്ങൾ പോകരുത് എന്നതാണ്. അഥവാ ഇന്നലകളിലേക്ക് കടന്നു പോകണം. ഒരു സൈക്കോളജി ഞാൻ അതിലേക്ക് കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്. എന്ന് വെച്ചാൽ ഇന്നലകളിലേക്ക് ചിന്തിക്കുന്നവർക്ക് കൂടുതൽ ആയുസ്സുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇന്ന് സൈക്കോളജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന ആളുകൾപ്പെട്ട ഒരു കൂട്ടർ എഴുത്തുകാരാണ്. എല്ലാവർക്കും ആയുസ് കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എഴുത്തുകാർ അവർ ഏറ്റവും കൂടുതൽ എഴുതുന്നത് ഇന്നലകളെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ MTക്ക് ഇപ്പം എത്ര വയസ്സായി എന്നാണ് നിങ്ങളുടെ വിചാരം? MTയോട് ഒരു കൃതി എഴുതാൻ പറഞ്ഞാലും അവർ എഴുതാറുള്ളത് ഇന്നലെ. സാഹിത്യങ്ങൾ മുഴുവനും ഇന്നലകളെ കുറിച്ചാണ്. നാളെയെക്കുറിച്ച് എഴുതുന്നത് ബുദ്ധിപരമായ ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ നാളെയെക്കുറിച്ച് എഴുതാറുണ്ട്. പക്ഷേ ഫിക്ഷൻസ് മുഴുവനും ഇന്നലകളെ കുറിച്ചാണ് കൂടുതലും എഴുതാറുള്ളത്. അതുകൊണ്ട് ഇന്നലകളിലേക്ക് പോവാം. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്, ഇവിടെ ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ടാവും. ഡോപ്പമിനും ഓക്സിറ്റോസിനും ഒരു മനുഷ്യന് വേണ്ടുന്ന അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസാണ്. അതിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ലഭിക്കുന്നത് എപ്പോഴാണ്? കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ, ഇന്നലകളിൽ പോയി ഇരിക്കുമ്പോൾ. ഇതേപോലെ തന്നെ ഏറ്റവും കൂടുതലായി നമ്മുടെ ഉമ്മാമ്മയോടൊപ്പം ഇരിക്കുമ്പോൾ, ഇന്നലകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ സുന്ദരമായി നമുക്ക് ലഭിക്കുന്നതായിട്ടാണ് സൈക്കോളജി അതിനെ വിശദീകരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങൾ 5ഉം 6ഉം വയസ്സുള്ള സമയത്ത് കയറി മറിഞ്ഞിരുന്ന, അല്ലെങ്കിൽ 10ഉം 12 വയസ്സുള്ള സമയത്ത് നിങ്ങൾ കയറി മറിഞ്ഞിരുന്ന പേരക്കമരത്തൊന്ന് പോയി നോക്കിയാട്ടെ, ഒരുപാട് ഓർമ്മകളിലേക്ക് നിങ്ങൾ ആ പേരക്കമരം പോലും കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ പണ്ട് കയറി മറിഞ്ഞിരുന്നൊരു മൂച്ചി അല്ലെങ്കിൽ മാവിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാട്ടെ, ഇന്നലകളിലേക്ക് തിരിഞ്ഞു പോകുന്നതാണ്. എനിക്കേറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ മൈക്കിലൂടെ സംസാരിക്കുന്നു, എനിക്കേറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ എന്നെക്കുറിച്ച് സംസാരിക്കല്ല, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് കുടുംബത്തിലെ പ്രായം ചെന്നവരെ സന്ദർശിക്കുക എന്നതാണ്. അത് ഞാൻ വിടാറില്ല. എൻ്റെ കുടുംബം ഭാവിയിൽ ഇത് കേൾക്കുമായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രായം ചെന്നവരുടെ അടുക്കൽ പോവുക, പഴയകാല കഥകൾ കേൾക്കുക. എൻ്റെ ഉപ്പാപ്പ പറഞ്ഞെന്ന കഥകളുണ്ട്, അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എൻ്റെ ഉപ്പാപ്പ ഏകദേശം 100 വയസ്സ് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. എൻ്റെ ഉപ്പാപ്പ പറഞ്ഞെന്ന അത്താണികൾ കൊണ്ടൊരു കഥ പറയാനാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മാഗസിനിൽ അതൊരു അത്താണിക്കുമുണ്ടൊരു കഥ പറയാൻ എന്നൊരു ഇതെഴുതിയിരുന്നു. ഉപ്പാപ്പ പറഞ്ഞു തന്നത് അവരുടെയൊക്കെ പിൻകാലം, 100 വയസ്സുള്ളപ്പോൾ ആൾ മരിച്ചു, എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് ആൾ മരിക്കുന്നത്, അത്താണിക്കുമുണ്ടൊരു കഥ പറയാൻ എന്ന് എൻ്റെ ഉപ്പാപ്പ പറഞ്ഞതാണ്. പിന്നെ കുറച്ച് അന്നത്തെ പ്രായം ചെന്ന ആൾക്കാരും, അഥവാ ആദവനോടൊരു അത്താണിയുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിൽ ചുമടേറ്റിയിട്ട്, അന്ന് കുട്ടികളും ചുമടേറ്റും ഏറ്റിയിട്ട് ഇങ്ങനെ വന്നിട്ടുമല്ലേ ഈ അത്താണിയിൽ വെക്കും. എന്നിട്ടത് പിന്നെ പോകേണ്ടത് കോട്ടക്കൽ ചന്തയിലേക്കാണ്. കോട്ടക്കൽ ചന്ത അന്നും ഇന്നും ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസം അവർ ഇതും കൊണ്ട് പോകും. ആ പോകുന്ന സമയത്ത് ഇവർക്ക് കോട്ടക്ക വരെ ഏറ്റാൻ കഴിയാത്തത് കൊണ്ട് അതുകൊണ്ടൊരു വലിയൊരു ജംഗ്ഷൻ ഉണ്ടാക്കി. ആ ജംഗ്ഷനിൽ 2 അത്താണികൾ ഉണ്ടാക്കി, കല്ലുകൾ കെട്ടിപ്പൊക്കിയിട്ട് 2 അത്താണിയാക്കിയിട്ട് അവിടെ ഉണ്ടാക്കി. അതിനെയാണ് രണ്ടത്താണി എന്ന പേര് കൊടുത്തത്. അന്ന് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ട് 2 അത്താണി വരെ അന്ന് ചുമടേറ്റാൻ കഴിയാത്തത്, ഈ ചുമടേറ്റി പോകുന്ന ആൾക്കാരെ പറഞ്ഞത്, അല്ലാതെ പഴയ കാലത്തെ കഥയല്ല. ആ ചുമടേറ്റാൻ അതുവരെ പറ്റാത്തത് കൊണ്ട് പുതിയ ഒരു അത്താണി വേണമെന്ന് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടു. 2 അത്താണിക്കിടയ്ക്ക് ഒരു അത്താണി വേണം. ആ പുതിയ അത്താണിയുടെ പേരാണ് പുത്തനത്താണി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ പുത്തനത്താണി വരെ കുട്ടികൾക്ക് ചുമക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊരത്താണി വേണം. അത് കുട്ടികൾക്ക് വേണ്ടിയായിട്ട് ആയിരിക്കണം എന്നത് വെച്ചിട്ടാണ് കുട്ടികളത്താണി എന്ന് പറയുന്ന സ്ഥലമുണ്ടായത്. അന്ന് പിന്നീട് തുറന്നതാണ് കൽപ്പകഞ്ചേരി ചന്ത. അതുകൊണ്ട് കൽപ്പകഞ്ചേരി ചന്തയിലൂടെ കോട്ടക്കലേക്ക് പോകാൻ ഒരു വഴിയുണ്ടാക്കി. അവിടെ ഒരു അത്താണി വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ പേരാണ് കുറുകത്താണി, അഥവാ കുറുക്ക് വഴിയിലൂടെ പോകുന്ന അത്താണി എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രായം ചെന്നവരോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഈ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുക. അതല്ലാതെ ഇന്നത്തെ AI കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ടോ ഒരുപാട് പ്രസംഗിച്ചതുകൊണ്ടോ നമുക്ക് വിവരത്തിൻ്റെ വലിയ വലിയ ലോകത്തിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, സമയമില്ലാത്തത് കൊണ്ട്, പ്രതിബദ്ധത കൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളട്ടെ. ഇവിടെ ഇരിക്കുന്നവരെ ആദരിക്കുന്നത് ആ ഭാഷയിലേക്കുള്ള തിരിച്ചുപോക്കാണ്, ആ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്, അവരുടെ സഹനതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്, അവരുടെ ഇന്നലകളുടെ കരച്ചിലേക്കുള്ള തിരിച്ചുപോക്കാണ്.
ഇന്നകളുടെ സന്തോഷത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതുകൊണ്ട് ആ തിരിച്ചുപോക്കായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ ഷാളും കൊണ്ട് വരുമ്പോൾ ശകാരിക്കുന്ന മരുമകളായി നമ്മളവിടെ ഉണ്ടാകരുത്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, കുറച്ച് പെൺകുട്ടികൾ എൻ്റെ വീട്ടിൽ വരികയാണ്. അവർ ഈ പാലിയേറ്റീവ് സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. ആംബുലൻസ് കൊണ്ടാണ് വന്നത്. കുറേ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടികൾ പറഞ്ഞു, സാറേ നിങ്ങൾ കേൾക്കണോ എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയാൻ. ഒരു വീട്ടിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് വയറ്റിന്ന് പോകാത്തത് കൊണ്ട് നല്ല ജ്യൂസ് കൊടുക്കേണ്ടത് പേരക്ക ജ്യൂസാണ്, പേരക്ക ജ്യൂസ് കഴിച്ചാൽ അത്യാവശ്യമൊക്കെ വയറ്റിന്ന് പോകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് പ്രകാരം അതും കൊണ്ടുപോയി. പക്ഷേ മരുമകൾ പറഞ്ഞത്ര അത് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കഴുകി വൃത്തിയാക്കി കിടത്തിയിട്ട് ഒരു ഗ്ലാസ് ജസ്റ്റ് പേരക്ക ജ്യൂസ്. നിങ്ങളറിയോ, ഈ പെണ്ണിൻ്റെ അഥവാ മരുമകളുടെ ഭർത്താവിനെ അടക്കം കുട്ടിക്കാലം മുതലേ കൈക്കോട്ട് കളച്ചിട്ടാണ് ആ പാവം മനുഷ്യൻ വളർത്തിയെടുത്തത്. അങ്ങനെയുള്ള ഈ പാവം മനുഷ്യൻ അവസാന ഘട്ടത്തിലൊരു പായയിലായപ്പോൾ ഒരു പേരക്ക ജ്യൂസ് കൊടുത്തപ്പോൾ മരുവോള് വന്നിട്ട് പറഞ്ഞത്രേ അതിവിടെ കൊടുക്കണ്ടാണ്. എന്തേ കൊടുത്താലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളിത് കൊടുത്തു കണ്ടാണ്ട് പോകും, ഇവരെ ആഴ്ച വരുമ്പോഴുള്ള കുളിപ്പിക്കലേ ഉള്ളൂ. പാലിയേറ്റീവ് സെൻ്ററിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങിയത് വീട്ടുകാരുടെ സപ്പോർട്ടില്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ നമ്മളെ കുബാ റഹീംകൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ അതൊക്കെ അറിയാം. ഞാൻ പറയുന്നത് പാലിയേറ്റീവ് സെൻ്ററിൽ നിന്ന് മരുമക്കളുടെ, അനുജന്മാരുടെ, അതേപോലെ തന്നെ മക്കളുടെ ദുരന്തങ്ങൾ പേറി നടക്കാൻ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടവർക്കറിയാം. അവർ കുളിപ്പിച്ച് ശരിപ്പെടുത്തി ഒരു ജ്യൂസ് കൊടുക്കാൻ നിന്നാൽ മരുമക്കൾ വന്നിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ പോയാൽ ഇവിടെ കാട്ടിക്കും. അവരുടെ പമ്പേഴ്സ് പോലുള്ളതൊക്കെ കെട്ടിക്കൊടുക്കലാണ്. ഒരാഴ്ച വരെ പ്രയാസമാണ്. കാരണം ആ ഒരാഴ്ചക്കിടക്ക് മക്കളോ മരുമക്കളോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദുരന്തമുള്ള ഒരാളായി നമ്മുടെ പിതാക്കന്മാർ മാറരുത്, നമ്മുടെ മാതാക്കൾ മാറരുത്. ഇവിടെ ഇരിക്കുന്ന ഉമ്മാമ്മമാരുണ്ടല്ലോ, അവർ ചിലപ്പോൾ ശുണ്ടിപ്പെട്ട് സംസാരിച്ചെന്നിരിക്കും. ഒരു വീടാകുമ്പോൾ അതൊക്കെ ഉണ്ടാകും. വ്യത്യസ്തമായ ആളുകളെ ഡീൽ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ലീഡർഷിപ്പിലേക്ക് ഉയരുന്നത്. അല്ലാത്തവർക്ക് ലീഡറാകാൻ കഴിയില്ല. ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ആളുകളെ ഡീൽ ചെയ്യാൻ കഴിയണം. ആ ഡീലർഷിപ്പുള്ള ആൾക്ക് മാത്രമേ ലീഡർഷിപ്പ് ഉണ്ടാകാൻ പറ്റൂ എന്നതാണ്. അല്ലാതെ ഇളച്ചി ഒന്ന് പറയും, മൂത്തച്ചി ഒന്ന് പറയും, അനിയത്തി ഒന്ന് പറയും, ചിലപ്പോൾ നാത്തൂനൊന്ന് പറയും, ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒന്ന് പറയും, അനിയൻ്റെ ഭാര്യ പറയും, എളാപ്പൊന്ന് പറയും, മൂത്താപ്പൊന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടും എല്ലാവരെയും അനലൈസ് ചെയ്യാനും എല്ലാവരെയും സൗമ്യമായ രീതിയിൽ പെരുമാറാനും എല്ലാവരുടെ തീരുമാനങ്ങളും എടുക്കാൻ പറ്റുമ്പോഴേ നമ്മൾ ലീഡറായി മാറൂ എന്നതാണ്. ഒരു പൂന്തോട്ടം അതിമനോഹരമാകണമെങ്കിൽ എല്ലാം അവിടെ ജമന്തി പൂക്കളാകരുത്, എല്ലാം മല്ലിക പൂക്കളാകരുത്. വെറും മല്ലിക മാത്രം ഉണ്ടായാൽ ഒരു മല്ലികത്തോട്ടമാണ്. പൂന്തോട്ടം എന്ന് പറയണമെങ്കിൽ വ്യത്യസ്തമായ പൂക്കൾ, വ്യത്യസ്തമായ സുഗന്ധം, വ്യത്യസ്തമായ രീതിയിലുള്ള എല്ലാ സന്നിവേശങ്ങളും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ അതിന് പൂന്തോട്ടം എന്ന് പറയൂ. ഇതേപോലെ നമ്മുടെ കുടുംബത്തിൽ AP-കാരുണ്ടാകാം, EK-കാരുണ്ടാകാം, മാർക്സിസ്റ്റ് ഉണ്ടാകാം, ലീഗ് ഉണ്ടാകാം, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകാം, മുജാഹിദ് ഉണ്ടാകാം, തബ്ലീഗ് ഉണ്ടാകാം. ഇങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാകാം. ഒരാളോടും വെറുപ്പുണ്ടാകരുതേ. കാരണം മനുഷ്യരെ കുറിച്ച് അള്ളാഹു എന്താ തീരുമാനിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു പാവം പെണ്ണിന് അഥവാ മർഅത്തുൻ സാലിഹ, നല്ല രീതിയിൽ നടക്കുന്ന ഒരു പെണ്ണ്, നല്ല ജാജ്വല്യമാനമായി ദീനനുസരിച്ച് നടക്കുന്ന ഒരു പെണ്ണ് ഒരു പൂച്ചയെ കെട്ടിയിട്ടു. ആ പൂച്ച ചാവുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ആ പെണ്ണ് ദഖലന്നാർ, അവ നേരെ പോയത് നരകത്തിലേക്കാണ് എന്ന് അവൾ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഒരു ഹദീസിൽ അങ്ങനെയും മറ്റൊരു ഹദീസിൽ അവരെ പൂർണ്ണമായും അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നു. നല്ല പെണ്ണിനെ കുറിച്ചായി പറയുന്നത്. മറ്റൊരു പെണ്ണ് അവൾ മോശക്കാരിയായിരുന്നു. അതിൻ്റെ വിശദീകരണത്തിൽ അവൾ സാനിയയായിരുന്നു അഥവാ വിഭിചാരിണിയായിരുന്നു. പക്ഷേ ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ദാഹിച്ചു വലഞ്ഞ് ആ പട്ടിയെ നോക്കും, ഈ കിണറ്റിലേക്ക് നോക്കും, കൊടുക്കാനൊരു വഴിയുമില്ല. അങ്ങനെ ഹദീസിൽ കാണുന്നത് അവളുടെ ശരീരത്തിൻ്റെ ഭാഗത്തിലുള്ള തട്ടമാകാം എന്തോ അതടിച്ച് അവളുടെ അന്നത്തെ കാലഘട്ടത്തെ ഹുഫയിൽ, ഷൂ എന്ന് പറഞ്ഞ അന്നത്തെ ഹുഫയുണ്ടല്ലോ, അതിൽ വെള്ളം കോരി ഈ നമ്മൾ തൊട്ടാൽ അറക്കുന്ന, തൊട്ടാൽ പോകുന്ന ഒരു രീതിയിലുള്ള ആ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അവളുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ ദയവ് ചെയ്ത് ഒരാളും ആരും പങ്കാളിയാകേണ്ടെന്ന കാര്യമില്ല. എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു നിർത്തി, എല്ലാവരെയും നിർത്തി. അതിൽ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, ഇന്നലകളിൽ കഴിഞ്ഞു പോയവരുണ്ട്, നാളെയിൽ വരാനിരിക്കുന്നവരുണ്ട്. മലക്കുകളുടെ ഏറ്റവും സ്ട്രോങ് പേഴ്സണാലിറ്റിയായ ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുണ്ട്. അവരെ മുഴുവനും നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൽ വരുന്നുണ്ട്. അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ആ ചോദ്യം ഇതാണ്: ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനാരുണ്ട്? ഏ മലക്കുകളെ, ഏ ജിന്നുകളെ, ഏ മനുഷ്യരെ, നിങ്ങൾ ഒരുപാട് നാട്യം നടിച്ച് നടന്നവരല്ലേ? ഇന്നലകളിൽ കഴിഞ്ഞു പോയവരോട്, നാളെ വരാനിരിക്കുന്നവരോട്, ഇന്ന് നിൽക്കുന്നവരോട് അള്ളാഹുവിന്റെ ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനാരുണ്ട്? ഈ ഖഹാറായ, ഈ ഗഫാറായ ഞാനല്ലാതെ എന്ന്
അള്ളാഹു പറയുന്ന ഒരു രീതിശാസ്ത്രമുണ്ട്. സ്വർഗത്തിൻ്റെ വാതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ് സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നറിയുമോ? സ്വർഗത്തിലേക്ക് കടക്കുന്ന ഭീമാകാരമായ കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ള പദം കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. സ്വാസമിയുടെ സഹിയായ ഹദീസിൽ വരുന്നുണ്ട്. അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ല, അതേപോലെ തന്നെ അല്ലെങ്കിൽ റഹ്മാൻ റഹീം എന്നല്ല, തവക്കൽതു അലല്ലാഹ് എന്നല്ല. ആ സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഹദീസിൽ വരുന്നത് ഉമ്മത്തും മുദ്നിബത്തുൻ വറബ്ബുൻ ഗഫൂർ, പാപങ്ങൾ ചെയ്യുന്ന ഉമ്മത്തും പൊറുത്തു കൊടുക്കാൻ ഒരു റബ്ബും എന്നതാണ്. അഥവാ എല്ലാം പൊറുത്തു കൊടുക്കുന്ന റബ്ബും പാപങ്ങൾ ചെയ്ത ഒരു ഉമ്മത്തും എന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുടുംബത്തിലെ ഓരോ വിഭാഗക്കാരെ വ്യത്യസ്തമായി നമ്മൾ ചിത്രീകരിക്കരുത്. ഓരോ രാഷ്ട്രീയക്കാരെ വ്യത്യസ്തമായി നമ്മൾ അവഗണിക്കരുത്. എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നിച്ച് സഞ്ചരിക്കേണ്ടവരാണ്. അവരവർക്ക് തോന്നിയ രീതിയിൽ, അല്ലെങ്കിൽ അവരവർക്ക് ബോധ്യപ്പെട്ട രീതിയിൽ, തോന്നിയത് എന്ന് ഞാൻ മാറ്റുന്നു, അവരവർക്ക് ബോധ്യപ്പെട്ട രീതിയിൽ അവർ ദീനീപരമായി പോകും. അതിൻ്റെ കശപിശകളെ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. രാഷ്ട്രീയത്തിൻ്റെ വൈജാത്യങ്ങളെ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. എല്ലാവരെയും ആദരിക്കാൻ നമുക്ക് പറ്റണം, എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ചില ആളുകൾക്ക് ഒനിഷ്ടമുള്ളവരുണ്ടാകാം, ചിലപ്പോൾ കാർക്കശ്യമുള്ളവരുണ്ടാകാം. നിങ്ങളുടെ PT കുഞ്ഞുട്ടി ഹാജി സാഹിബിൻ്റെ പെങ്ങളെ കെട്ടിച്ചത് പിന്നെ നമ്മുടെ കുഞ്ഞു ഹാജിയാണ് അല്ലേ? കുഞ്ഞു ഹാജിയല്ലേ കല്യാണം കഴിച്ചത്? നമ്മുടെ കോഴിച്ചനെ കുഞ്ഞു ഹാജിയാണ്. കുഞ്ഞു ഹാജി അല്ലേ? അല്ല, മകളെ ഇങ്ങോട്ടാണ് കെട്ടിയത്, മകളെ കെട്ടിയതാണ്. കുഞ്ഞു ഹാജിൻ്റെ ഒക്കെ ഒരു പ്രകൃതം പണ്ട് പറയാറുണ്ട്, കുറച്ച് സ്ട്രോങ് ആയിരുന്നു എന്ന്. അതേപോലെ പഴയ കാലത്തൊക്കെ നമ്മുടെ എൻ്റെ ഉപ്പാപ്പയെ എനിക്ക് ഓർമ്മയാണ്. എൻ്റെ ഉപ്പാപ്പയെ കുറിച്ച് സംസാരിക്കല്ല, സൗമ്യനായിരുന്നു, വളരെ നല്ല മനുഷ്യനായിരുന്നു. നാട്ടുകാർക്കൊക്കെ അറിയാം, കോന്നല്ലൂർക്കാരെ പ്രസംഗം ഭാവിയിൽ കേൾക്കുമ്പോൾ അറിയാം. പാടത്തിൻ്റെ അപ്പുറത്തുനിന്ന് നടന്നു വരുമ്പോൾ മാനുവാക്ക വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് എഴുന്നേറ്റ് നിന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്ന്. അന്നത്തെ മുഴുവൻ ആളുകൾക്കും അത്ര സ്നേഹമായിരുന്നു. പക്ഷേ 2 തവണ ഞാൻ കണ്ടിട്ടുണ്ട് ചൂടായി സംസാരിക്കുന്നത്, 2 തവണ. അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല. പള്ളിയുടെ വിഷയം വന്നപ്പോൾ ആ സമയത്ത് അവിടെ ബാങ്ക് കൊടുക്കാൻ ഒരു പാവം മനുഷ്യൻ വൈകിയപ്പോൾ, അതിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും ഇന്ന് മരിച്ചുപോയി. പാവം അബ്ദു ഹാജി എന്ന് പറയുന്ന ആൾ ബാങ്ക് കൊടുക്കാൻ വൈകിയപ്പോൾ, ബാങ്ക് കൊടുക്കാൻ സാധു വയസ്സായ കാലാണ്, ആ സമയത്ത് ബാങ്ക് കൊടുക്കാൻ വന്നു, എല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോഴേക്ക് 5 മിനിറ്റ് ജുമാൻ്റെ ബാങ്ക് വൈകിപ്പോയി. ആ സമയത്ത് എല്ലാ കമ്മിറ്റിക്കാരും കൂടി ഇട്ടിട്ട് ജുമാക്ക് ശേഷം ഇയാളിട്ട് പൊരിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ ഉപ്പാപ്പ, എനിക്കന്ന് 11-12 വയസ്സാണ്, പാപ്പാൻ്റെ കൂടെ ഞാൻ ജുമാക്ക് വരിക, എണീറ്റ് പോടാ എല്ലാവരും എന്ന് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ്റെ അരികിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. എല്ലാ കമ്മിറ്റിക്കാരെയും അവിടെ നിന്ന് ഓടിപ്പോവാൻ, അവിടെ നിന്നാണ് ഇറങ്ങിപ്പോവാൻ. കാരണം എന്താണെന്നറിയോ? അവർക്കൊക്കെ ഒരു ആദരവായിരുന്നു. എന്നിട്ട് പറഞ്ഞത്, അദ്ദുവിനെ ചീത്ത പറയാൻ നിങ്ങളായിട്ടില്ല. നിങ്ങളറിയോ, പഴയ കാലത്ത് കോന്നല്ലൂർ പള്ളി ചെളിയിൽ കയറ്റിയ സമയത്ത് 10 വയസ്സുള്ള അബ്ദു ഈ മണ്ണും കൊണ്ട് വാരി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മണ്ണേറ്റാൻ കഴിയാതെ ആ ചളിയും പുരണ്ട തലയിലൂടെ ഈ കാണുന്ന പാടത്തിലൂടെ നടന്നു വന്ന, അവിടെ പാലങ്ങളൊന്നുമില്ല, നടന്നു വന്ന് ഈ പള്ളി കയറ്റിയ കുഞ്ഞായ ആ പാവം 10 വയസ്സുള്ള അബ്ദുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അബ്ദുന്ന് കുറേ കാലം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് വൈകിപ്പോയി ബാങ്കിനെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും സംസാരിക്കരുത് എന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാരണവർ ചിലപ്പോൾ ഒന്ന് സ്ട്രോങ് ആയിട്ട് സംസാരിക്കും, അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതം അതാണ്. ചിലർ സൗമ്യമായി സംസാരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രകൃതം അതാണ്. അതിനൊക്കെ ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, നിങ്ങളുടെ ബോസ് പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. HR മാനേജർ കുറച്ച് സ്ട്രോങ് ആയിരിക്കും, ചിലപ്പോൾ മാർക്കറ്റിംഗ് മാനേജർ സോഫ്റ്റ് ആയിരിക്കും. ഇതേപോലെ തന്നെ ജീവിതവും. വീട്ടിൽ പോയാൽ പാവ ഉമ്മാമ ചിലപ്പോൾ ഒന്ന് സ്ട്രോങ് ആയി വരും. ആ ഉമ്മാമയെ അനുസരിച്ചും അനുകരിച്ചും നിൽക്കാൻ നമുക്ക് പറ്റണം. എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ അമ്മായിമ്മമാരോട് ഞാൻ നിർത്തിക്കൊള്ളട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടികളും പാവങ്ങളാണ്. നിങ്ങളവരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും മുത്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ വാശി പിടിപ്പിക്കാൻ പുറപ്പെട്ടാൽ അവർക്ക് വരുന്നൊരു വാശിയാണ്. അതുകൊണ്ട് അവരെ മകളെപ്പോലെ കാണണേ, അവരെ നെഞ്ചിൽ ചേർക്കണേ. മരുമക്കൾക്ക് മുത്തം കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഉമ്മയായി മാറുന്നത്. അല്ലാത്ത ഉമ്മയൊന്നും ഉമ്മയായി മാറുന്നില്ല. മരുമക്കളെ വേറെ കാണല്ലേ, മക്കളെ വേറെ കാണല്ലേ. എല്ലാവരെയും സ്നേഹപൂർവ്വം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണേ. അതുകൊണ്ട് കൊച്ചുകുട്ടികളെയും ആദരിക്കാൻ നമുക്ക് പറ്റണം, സ്നേഹമുള്ളവരെയും ആദരിക്കാൻ പറ്റണം. നിർത്തുക എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കായി. വയനാട്ടിലൂടെ എൻ്റെ മകനെയും കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ, ആ സമയത്ത് ഈ സമയത്തല്ല, കവളപ്പാറയിൽ നടന്ന സമയത്ത് ഹാദി മർസൂഖ് മുജ്തബ എന്നാണ് അവൻ്റെ പേര്. ഞാനത് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതൊന്നുമല്ല. അങ്ങനെ പോകുമ്പോൾ ഒരു വീട് വെള്ളത്തിലൊലിച്ചിട്ട് തകർന്നിട്ടുണ്ട്. അപ്പം എൻ്റെ മോൻ അങ്ങോട്ട് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഉപ്പ അതെന്താ ആ വീടെന്താ അങ്ങനെ തിരിഞ്ഞു കിടക്കുന്നത്, അങ്ങനെ ഇതായി കിടക്കുന്നതെന്ന്. ഇപ്പം പറഞ്ഞു, മോനെ അത് കഴിഞ്ഞ് കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് വീട് ഇതേപോലെ പോയി. ആ പോയ കൂട്ടത്തിൽ അപ്പോൾ അവൻ ചോദിച്ചു, അങ്ങോട്ടാ നോക്കണം, ഞാൻ അവൻ്റെ മുഖം കാണില്ല. അപ്പോൾ ഉപ്പ ആ വീട്ടുകാരിപ്പോൾ എവിടെ ആയിരിക്കും, ആ വീട്ടിലുള്ളവർ എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചു. ഇപ്പം പറഞ്ഞു, അവരെവിടേക്കോ മാറ്റിയിട്ടുണ്ടാവും മോനെ, അവർക്ക് വേറെ വീടായിട്ടുണ്ടാവുമോ. പിന്നെ ഇവൻ ചോദിക്കാം, പറഞ്ഞു അതറിയില്ല മോനെ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മോനെ പറ്റി പറയല്ല, ഇനി അവൻ A+ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കണ്ണിൽ, എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ A+
മനുഷ്യന്റെ വേദന കാണുമ്പോൾ കരയുന്ന കുട്ടികളെയാണ്. ആ കുട്ടികളെ വാർത്തെടുക്കുക അത് മാർക്കിനേക്കാൾ അപ്പുറത്താണ്, അത് എല്ലാറ്റിനെയും അപ്പുറത്താണ്. പച്ചയായ മനുഷ്യരെ വേദന കണ്ട് കരയുന്നവരായിരിക്കണം നമ്മുടെ പിൻഗാമികൾ. മുൻഗാമികൾ മറ്റുള്ളവരെ സഹായിച്ചതുപോലെ പിൻഗാമികളും സഹായിക്കണേ. ഈ കുടുംബത്തിലുള്ളവരെയും മൊത്തത്തിൽ കേരളക്കരയിലുള്ളവരെയും ഇന്ന് നിങ്ങളുടെ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വയനാട്ടിലേക്ക് എന്തൊക്കെയോ നൽകുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം. പീട്ടിക്കാരുടെ പഴയ കാരണവന്മാർ ഏറ്റവും വലിയ ആദരവോടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് നമ്മൾ ആദരിക്കുന്നു. വരും കാലത്ത് അന്നത്തെ പേരക്കിടാങ്ങൾ കഥ പറയുമ്പോൾ ഇവരുടെ പേര് കൂടി അതിൽ കൂട്ടിച്ചേർക്കണം. അങ്ങനത്തെ പ്രക്രിയ നമ്മൾ നടപ്പിലാക്കിയാലാണ് മൂന്നാമത്തെ തലമുറ നമ്മൾ ആദരിക്കൂ, അന്ന് പ്രാർത്ഥിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആദരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് പീട്ടി കുടുംബം എന്നും ഉയരത്തിലേക്ക് എത്തട്ടെ. ആ ദീനിൻ്റെ മഹത്വം നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ. ഏത് ഭൗതികതയിലേക്ക് കയറിപ്പോയാലും, ഏത് യൂണിവേഴ്സിറ്റിയുടെ വരാന്തയിലൂടെ കടന്നു പോയാലും അല്ലാ എന്നത് മറക്കാതെ മുന്നോട്ട് പോകുന്ന പേരക്കിടങ്ങളാകട്ടെ. അത് ഏത് യൂണിവേഴ്സിറ്റി ആകട്ടെ. ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പ് UN നാഷണൽ കോൺഫറൻസിലേക്ക്, ഇന്റർനാഷണൽ കോൺഫറൻസിലേക്ക് പീട്ടി കുടുംബത്തിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് UN നിങ്ങൾ സംസാരിക്കുമ്പോൾ വരെ അന്ന് നിസ്കാരം കള ആക്കാത്ത പീട്ടി കുടുംബത്തിലെ കുടുംബാംഗങ്ങളായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.